നാളെ വെളുപ്പിനെ 3:30 വണ്ടി കൊടുക്കണം. അങ്ങനെ പമ്പി വന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച്, അപ്പം 40 ലിറ്റർ ഡീസൽ അടിച്ച്. അപ്പം പോകേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഗോൺ പോയി പരുന്തുംപാറ വഴി തിരിച്ച് വരണം. 3:15 വണ്ടി കൊടുത്ത്. അപ്പോൾ അങ്ങനെ ആളിനെയൊക്കെ കയറ്റി വരുന്ന വഴിക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചായ കുടിക്കാൻ നിർത്തി കൊടുത്ത്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിമാർ ഫുൾ എനർജിയായി. അങ്ങനെ അടിപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പം ചേച്ചിമാർ തുള്ളാനൊക്കെ തുടങ്ങി. അങ്ങനെ നേരെ നമ്മൾ വാഗോൺ ലക്ഷ്യമാക്കി പോയി. ഈരാറ്റുപേട്ട വഴി വരുമ്പോൾ നമുക്ക് വാഗോൺ എത്തുന്നതിന് മുമ്പ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ നിർത്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ റഷായിരുന്നു. ഇപ്പം വലിയ പ്രശ്നമില്ലായിരുന്നു. അന്നേരം ആ തമിഴ്നാട് വണ്ടിയുടെ കളർ കോഡില്ലാത്ത വണ്ടികൾ കണ്ടു. ഇപ്പം എവിടെ പോയാലും ഇവരാണ് അറുമാദിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ആ വണ്ടിയൊക്കെ അവിടെ നിർത്തിയപ്പം ചേച്ചിമാർക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ ചേച്ചിമാരൊക്കെ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത്. നമ്മുടെ വണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ ടീയിലേക്ക് ലക്ഷ്യമാക്കി പോയപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു ആഹാരം. അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അങ്ങനെ ലേക്കിലോട്ട് പോയി. അപ്പം നമ്മളാണ് ആദ്യം വന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിങ്ങും പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കണേ ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരുപാട് സിനിമയിലൊക്കെ പാട്ട് സീനൊക്കെ എടുത്ത ഒരു ഏരിയ ആണിത്. അപ്പം അങ്ങനെ ഈ ബ്രിഡ്ജ്, ഈ വീട്, അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 50 രൂപയാണ്. ബോട്ട് തുഴയാൻ വേണ്ടി ആൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് മൊട്ടക്കുന്നിലാണ്. നേരത്തെ നമ്മൾ വന്നപ്പോൾ മൊട്ടക്കുന്നിൽ പോയില്ല, ചൂട് കൂടുതലായതുകൊണ്ട്. ഇപ്പം രാവിലെ വന്നുകൊണ്ട് മൊട്ടക്കുന്നിൽ വന്ന്. അപ്പം മൊട്ടക്കുന്ന് ഇപ്പം പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. അവിടുന്ന് നേരെ നമ്മൾ പൈൻ വാലിയിലാണ് പോയത്. പൈൻ വാലി വണ്ടി പാർക്ക് ചെയ്ത്. വലിയ റഷൊന്നും ഇല്ലായിരുന്നു പൈൻ വാലി. ഇതാണ് പൈൻ വാലി ഏരിയ. ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അവിടുന്ന് നമ്മൾ 12:30 ആയപ്പം നമുക്ക് വിശന്നപ്പം നമ്മൾ ആഹാരം കഴിച്ചു. പൈൻ വാലിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെ ഊണിന് 80 രൂപയായിരുന്നു. അവിടെ നേരെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോയി. നേരത്തെ നമ്മൾ വന്നപ്പം അഡ്വഞ്ചർ പാർക്കിൽ നമ്മളെ പാരച്യൂട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്ത് നമ്മൾ പോയി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്. അത് 4500 ഒരാൾക്ക് കിടന്നതിന്. അവിടെ നേരെ പരുന്തുംപാറ പോയി. പരുന്തുംപാറ നമ്മൾ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ വാഗോൺ പോയിട്ട് വരുന്നവർ പരുന്തുംപാറയിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ വാഗോണിനെക്കാൾ ഇച്ചിരി വിലക്കുറവുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയാണ്. അങ്ങനെ ചേച്ചിമാരെല്ലാം എനർജി ആയിട്ട് വന്നു. അങ്ങനെ 11 മണി ആയപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന്. വണ്ടി നാളെ നമ്മൾ ക്ലീൻ ചെയ്യത്തുള്ളൂ. ഈ വണ്ടി നമുക്ക് ഏകദേശം 320 കിലോമീറ്റർ നമ്മൾ പോയി വന്നപ്പോൾ ആയി. ഇപ്പം 40 ലിറ്റർ ഡീസലായിരുന്നു. ഹൈറേഞ്ച് ഓടുമ്പം എപ്പോഴായാലും RPM നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ലാഭിക്കാം. RPM പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പം RPM നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈ റേഞ്ച് ആയാലും നമുക്ക് 8 മൈലേജ് കിട്ടി. നമുക്ക് 40 ലിറ്റർ കൂട്ടാം. 40 ലിറ്റർ ആയില്ല, ഏകദേശം നമുക്കൊരു കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 40 ലിറ്റർ ആയാലും 320 കിലോമീറ്ററിന് 8 കിലോമീറ്റർ കിട്ടും. ഇതായിരുന്നു വിശേഷങ്ങൾ. അപ്പം ഓക്കെ.